സർവകലാശാലയിൽ അതിനാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ച് ഉത്തരവിറക്കി VC. ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി. VCയുടെ ഉത്തരവ് മറികടന്ന് KS അനിൽകുമാർ സർവകലാശാലയിലെത്തി. അനിൽകുമാറിനെ തടയണമെന്ന VCയുടെ നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ അവഗണിക്കുകയും ചെയ്തു. കേരള സർവകലാശാല പോരിൽ തലസ്ഥാനം ഇന്നും യുദ്ധക്കളമായി. സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള DYFI ASF മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി VS അനുവും ഹാൻസ് ജോണുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം VS അനുവിലേക്കാണ്. VS അനു, വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാം, സമരാനുകൂലികളെല്ലാം തെരുവിലേക്ക് ഇറങ്ങി വലിയ തരത്തിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. അല്പസമയം മുൻപ് VK സനോജ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്? നിലവിൽ അവിടുത്തെ അവസ്ഥ ഏതു രീതിയിലാണ്? സ്വാതി, കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാരണം DYFIയുടെ മാർച്ച് അല്പസമയം മുമ്പ് ഏകദേശം അവസാനിച്ചിരിക്കുന്നു. AIYF ഇപ്പോൾ മാർച്ചുമായി എത്തിയിരിക്കുന്നു. നേരത്തെ ASF പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്ത് പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തുകയും പോലീസ് അവരെ തടയുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. മാത്രമല്ല, വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സർവകലാശാലയിൽ നമുക്കറിയാം, സർവകലാശാലയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചത് മുതൽ സെനറ്റ് ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചതിൻ്റെ അന്നു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോൾ സർവകലാശാലയുടെ പ്രവർത്തനത്തെ, അതിൻ്റെ അക്കാദമിക് പ്രവർത്തനത്തെ അധികം വരെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ചരിത്രത്തിലാദ്യമായി സർവകലാശാലയ്ക്ക് ഒരേ സമയം 2 രജിസ്ട്രാർമാർ എന്ന് പറയുന്ന അസാധാരണമായ സാഹചര്യത്തിലേക്ക് സർവകലാശാല എത്തിയിരിക്കുന്നു. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത്. ഗവർണറെ രാഷ്ട്രീയമായ നടപടിയാണ്. വൈസ് ചാൻസലറെ മുൻനിർത്തി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത് എന്നുള്ള രാഷ്ട്രീയമായ ആരോപണമാണ് SFI ഉന്നയിക്കുന്നത്. അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ, അതായത് സമരങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ SFIയും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ തയ്യാറാകുന്നു. അതേസമയം ഇപ്പോൾ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്തും സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലറാണ്. പിന്നീട് സിൻഡിക്കേറ്റ് ചേർന്ന് ആ യോഗ തീരുമാനത്തെ റദ്ദാക്കുകയും ചെയ്തു. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തെ റദ്ദാക്കാനുള്ള നീക്കമായിരുന്നു രാജ്ഭവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതെങ്കിൽ പിന്നീട് രാജ്ഭവൻ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. കാരണം എടുക്കാത്ത, ഇൻവാലിഡായ അല്ലെങ്കിൽ അവർ അംഗീകരിക്കാത്ത ഒരു തീരുമാനം റദ്ദ് ചെയ്യുന്നത് നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഗവർണർക്ക് രാജ്ഭവന് ലഭിച്ച നിയമോപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുകയും അല്ലെങ്കിൽ അവർ രാജ്ഭവൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ രജിസ്ട്രാർ KS അനിൽകുമാർ അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്തെ 2 DCPമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ സർവകലാശാലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം SFI പ്രവർത്തകർ പ്രധാന ഗേറ്റിൻ്റെ അവിടെ സമരവുമായി എത്തുന്നു. അതിനുശേഷം അവർ അത്
ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയും പ്രധാന കവാടം തള്ളി തുറന്നുകൊണ്ട് VC-യുടെ ഓഫീസിന് മുന്നിലേക്കൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ്. അത്രമേൽ ശക്തമായ സമരമാണ് SFIയുടെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടേക്ക് നടത്തുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ സമര സംഘർഷഭരിതമായ ഒരു കാലമാണ് കേരള സർവകലാശാലയെ സംബന്ധിച്ച്. അതിപ്പോഴും തുടരുകയാണ്. വലിയ തരത്തിലുള്ള സമരം തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല വിഷയത്തിൽ തലസ്ഥാനത്ത് അരങ്ങേറുന്നത് എന്നുള്ളതാണ്. തെരുവിലേക്ക് സമരം നീണ്ടിരിക്കുകയാണ്. പോലീസുമായി ഉന്തും തള്ളും. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രതിഷേധക്കാർക്ക് നേരെ. അവിടെ അല്പസമയം മണിക്കൂറുകൾക്ക് മുൻപ് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമരം അതിൻ്റെ ഏറ്റവും കൂടിയ വീര്യത്തിലൂടെ തന്നെ പ്രതിഷേധക്കാർ അവിടെ സമരവുമായി രംഗത്തുണ്ട്. പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നുണ്ട്. ഹാൻസ് ജോൺ കൂടി ചേരുകയാണ് അവിടെ നിന്നും വിവരങ്ങളുമായി. ഹാൻസിലേക്ക് കൂടിയാണ്. ഹാൻസ്, ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്? സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണോ അവിടെ? സ്വാതി, നിലവിൽ സർവകലാശാല ആസ്ഥാനത്ത് വൻ സുരക്ഷാ സന്നാഹമാണുള്ളത്. പോലീസിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 700ഓളം പോലീസുകാരെയാണ് സർവകലാശാല ആസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് AISFൻ്റെ നേതൃത്വത്തിലും അതിനോടൊപ്പം തന്നെ DYFIയുടെ നേതൃത്വത്തിലും ഒരു പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തേക്ക് ഉണ്ടായത്. AISF സർവകലാശാല ആസ്ഥാനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലും അതിനോടൊപ്പം തന്നെ DYFI സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് റോഡിലുമാണ് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇരുവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഗവർണർക്കെതിരെയും അതിനോടൊപ്പം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിനും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമലിനെതിരെയും ഉണ്ടായത്. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെയും അതിനോടൊപ്പം തന്നെ ഗവർണറുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലറുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ആരോപണം. ഇതിനെതിരെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായത്. അല്പസമയം മുമ്പുണ്ടായ AISF പ്രതിഷേധം വളരെ സംഘർഷഭരിതമാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സർവകലാശാല കോമ്പൗണ്ടിൻ്റെ അകത്ത് തമ്പടിച്ചിരുന്ന AISF പ്രവർത്തകർ പെട്ടെന്ന് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്തിനരികിലേക്ക് ഓടിയെത്തുകയും പോലീസിൻ്റെ സന്നാഹം അവരെ തടയുകയും ചെയ്തു.